എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബസ് സിമുലേറ്റർ ഇന്ത്യ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് ഫുള്ള് ഇന്ത്യൻ്റെ ഗ്രാഫിക്സിലാണ് ചെയ്തിട്ടുള്ളത് ഗൈസ്. ഇതാണ് നമ്മുടെ ബസ് വരുന്നത്. അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ബസ്സാണ് ഗൈസ്. ഇത് ബസ് സിമുലേറ്ററിൻ്റെ അതേപോലെ തന്നെ ഉള്ളത്. ഗാരേജ് ചെറുങ്ങനെ മാറി അത്ര തന്നെ. ബസ്സിലത്തൊക്കെ ഇതിലും ഉണ്ട്. പിന്നെ ഡെയിലി റിവാർഡ്സൊക്കെ ആണെങ്കിൽ 2 ഡേ 40,000 ഇതിൽ പൈസയൊക്കെ ഇങ്ങനെ കിട്ടും ഗൈസ്. ആഡ് ആണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഗിഫ്റ്റ് ഉണ്ട്, അതും അതേപോലെ തന്നെയാണ് ടേക്ക് ജോബ്. പിന്നെ വരുന്നത് ലീഡർ ബോർഡാണ്, അതിലും വലിയ പ്രത്യേകതയില്ല. പിന്നെ റിവാർഡ്സ് എല്ലാം ഉണ്ട്, നമ്മൾ അച്ചീവ്മെൻറ്റ്സ്. പിന്നെ ഒക്കെ ഗറേജിൽ വണ്ടിയൊന്നുമില്ല. പിന്നെ ഇതിൽ നമ്മൾ ടയർ നോക്കാൻ കുറേ ഉണ്ട്. മ്യൂസിക്കും അതേപോലെ തന്നെ, സൗണ്ടും അതേപോലെ തന്നെ, ഓണും എല്ലാം അതേപോലെ തന്നെയാണ്. ഗൈസ് നമ്മൾ ഷോപ്പ് എടുത്താണെങ്കിൽ ഇതാണ് വേറെ ബസ് വരുന്നത്. ഇതാണ് നമ്മളുള്ള ബസ്. സെറ്റിങ്സൊക്കെ അതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഗൈസ് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ദർശൻ എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ നെയിം. പിന്നെ ആകാശുണ്ട്. പിന്നെ ഗൈസ് രാഹുലാണ് വരുന്നത്, ഇവനെ കുറച്ചും കൂടി ലുക്കുള്ളത്. പിന്നെ ബഷീർ അങ്ങനെ എന്തോ ആണ്. പിന്നെ അഞ്ജലി വരുന്നുണ്ട്. പിന്നെ കൃഷ്ണൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ക്യാരക്ടർ ഗൈസ്. ഇതാണ് രാഹുലിൻ്റെ ബേക്ക്, ഇതാണ് മറ്റവൻ്റെ ബേക്ക് തടിയെ ഗൈസ്. ഇത് കുറച്ച് തടിച്ചിട്ടാണ് ക്യാരക്ടർ വന്നിട്ടുള്ളത്, നമുക്ക് കിട്ടിയ ക്യാരക്ടർ ഗൈസ്. അപ്പോൾ ഇനി നമുക്കെന്നാൽ കളിച്ചു നോക്കണം. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് കാരിയർ മോഡ് കളിച്ചു നോക്കാമെന്ന് നോക്കുന്നത്. ടെർമിനലുണ്ട്, ടെർമിനൽ ആൻഡ് സ്ട്രീറ്റ് ഉണ്ട്. അത് നമ്മൾ ടെർമിനൽ എന്ന് വെച്ചാൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്രം കയറ്റിയിട്ട് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇറക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ടെർമിനൽ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തു നിന്നും കയറ്റുന്നതാണ്. പക്ഷേ ഇതിലും ആഡൊക്കെ തന്നെ ഉണ്ട്, എല്ലാ ബസ് സിമുലേറ്ററിലും ആഡ് ഉണ്ടാവും ഗൈസ്. ഈ ഗെയിമിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ടൊക്കെ ചെയ്യുക. ലൈവ് അപ്പോൾ എപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഗൈസ്. എല്ലാവരും ലൈവ് മാക്സിമം കാണാൻ ശ്രമിക്കുക. ഓൾ കോയിൻ കാർ ആർ ഫ്രീ ആണ് ഗൈസ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഗൈസ്. നമ്മൾ ലോഡാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഗൈസ്. നല്ല ഗ്രാഫിക്സൊക്കെ തന്നെയാണ്, അതേപോലെ തന്നെയാണുള്ളത്. ബസ് സൈഡിൻ്റെ ഇൻ്റർഫേസ് തന്നെയാണുള്ളത് ഗൈസ്. ഇതാണ് നമ്മുടെ ക്യാരക്ടർ വന്നിരിക്കുന്നത്. ക്യാരക്ടർ ഓടിയുന്നു ഗൈസ്, നടക്കല്ലേ ഇന്ന് ഗൈസ്. ക്യാമറ ഒക്കെ അതേപോലെ തന്നെ ഗൈസ്. ഇതെന്താണ് ഇത്? ഞാൻ ഇപ്പാണ് കേട്ടോ ശ്രദ്ധിച്ചേ ഗൈസ്. സൂപ്പർ എന്നാണ് എഴുതിയിട്ടുള്ളത്, എഴുതാനല്ല കൈനെ കൊണ്ട് കാണിച്ചിട്ടുള്ളത്. അതെന്തായാലും കുഴപ്പമില്ല. ക്യാരക്ടറിന് രസമുണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല. പിന്നെ ഗൈസ് ബസ് സൈഡിൻ്റെ അതേ സംഭവം തന്നെയാണ് ഇതിലും. ക്യാമറ ഒരു മാറ്റവും ഇല്ല. ഒരു ഫോട്ടോ എടുത്ത് വെക്കാം തംബ്നെയിൽ വെക്കാൻ ഗൈസ്. സേവ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെയാണ്. ആകെ ഇന്ത്യ എന്ന് പേരിട്ടെന്നാന്ന് തോന്നുള്ളൂ മാപ്പും വന്ന് ഗൈസ്. ഇവിടെ 2 ആളാന്ന് തോന്നുള്ളൂ ഇവിടുന്ന് കയറാൻ. 2 ചേച്ചിമാരുണ്ട് ഗൈസ്, ഒരു അമ്മൂമ്മയുണ്ട്, ഒരു ചേച്ചിയുണ്ട് ഗൈസ്. ഇതാണ് ചേച്ചി ഗൈസ്. അടുത്ത് പോകാം ഗൈസ്. സായിയൊക്കെ കാണിക്കുന്നുണ്ട്. ക്യാരക്ടറിനൊക്കെ ആനിമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവിടെ ഏതൊരു ബസ് കാണുന്നുണ്ട്, ഒരു ചെറിയ ബസ്സാണ്, മിനി ബസ് ഗൈസ്. അപ്പോൾ നമുക്ക് അവരെയും കൂടി കയറ്റിയിട്ട് മെല്ലെ എന്നാൽ ഓടിച്ചു നോക്കാം. അങ്ങനെ ഉണ്ട്, ഡ്രൈവ് ചെയ്തിട്ട് പറയാം ഗൈസ്. ഇതാണ് ബസ് ഇന്ത്യ വരുന്നത്. ഇവർ 2 ആളും കയറുന്നുണ്ട് ഗൈസ്. നമുക്ക് സ്കിപ്പ് അടിച്ച് വിടാം. അപ്പോൾ നമ്മൾക്കെന്നാൽ ഇവിടുന്ന് വണ്ടി എടുക്കാം. ഡ്രൈവ് ടു ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് നമുക്ക് പോകേണ്ടത്. മാപ്പൊക്കെ അത്യാവശ്യം അതേപോലെ തന്നെ ഉണ്ട്. ഇൻറ്റീരിയർ നൈസാക്കിന്, നല്ല രസമുണ്ട് കാണാൻ. സ്റ്റിയറിംഗ് വീലും മാറ്റിന് ഗൈസ്, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ റോഡ് വരുന്നത്. റോഡൊക്കെ ഫുള്ള് മണ്ണായിട്ട് ഇടക്കിടക്ക് താർ ചെയ്തിട്ടാണുള്ളത്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇടക്കിടക്ക് താർ ചെയ്ത പോലെ തന്നെയാണ് റോഡൊക്കെ ഉള്ളത് ഗൈസ്. അവിടെയൊക്കെ ഒരു വയ്യൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഇവിടെയെല്ലാം വയ്യെല്ലാം ഉണ്ട്. നല്ല ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ ഗൈസ്. സൈഡിലൊക്കെ മണ്ണെല്ലാം ആയിട്ട് അടിപൊളി ഗ്രാഫിക്സ് തന്നെയാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരെല്ലാം മുമ്പിലോട്ട് പോയാൽ അവർ മാറിത്തരും ഗൈസ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഗൈസ്. അവിടെ ഏതോ ഒരു ബസ്സാണെന്ന് തോന്നുന്നു, ലോറിയല്ല. ലോറിനെ പോലെയാണ് ഫ്രണ്ട് കാണാനുള്ളത് ഗൈസ്, പക്ഷേ ഇത് ലോറിയാണ് ഗൈസ്. അല്ല ബസ്സല്ല, ബസ്സാണ് ഗൈസ്, ലോറിയല്ല. ഇത് ഏതോ പഴയ ബസ്സാണ് കേട്ടോ, തുരുമ്പ് പിടിച്ച ബസ്സാണ് ഗൈസ് ആ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു കാറ് കാണുന്നുണ്ട് ഗൈസ്. കാർ ഏതാണെന്ന് നിങ്ങൾക്കറിയാൻ കമൻറ്റ് ചെയ്താൽ. എനിക്കറിയില്ല ഇത് ഏത് കാറാണ്, ഇവരിറക്കിയതാണോ ഏതാണെന്നറിയില്ല. പിന്നെ ഡാൻസൊക്കെ ഇതാണ് ഗൈസ് ഡാൻസ്. ഇത് എന്ത് ഡാൻസാണ് ഗൈസ്? ഇതെന്നാ ലൂപ്പാ?
ഇതാണ് ഗൈസ് ഡാൻസ് വരുന്നുണ്ട്. നമുക്ക് ഏതായാലും കയറി പോയേക്കാം. പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ്. ബസ് എടുക്കുമ്പോൾ അവർ മാറിത്തരും. അതാണ് ഈ ആനിമേഷൻ. നമ്മുടെ ക്യാരക്ടർ എന്തായാലും പൊളിച്ചു. റോഡും നമ്മളെ കേരള പോലെ തന്നെ പൊളിച്ചിട്ടുണ്ട്. നൈസാണ്. ഇടവിട്ട് താർ ചെയ്തിട്ട് ഗ്രാഫിക്സ് നല്ല രസമൊക്കെ തന്നെയുണ്ട്. നല്ല ഗ്രാഫിക്സൊക്കെ തന്നെയാണ് ഗൈസ്. ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. നമ്മുടെ കൊച്ചിയാണിത്. കൊച്ചി മാപ്പാണ്. കൊച്ചിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. കൊച്ചി അറിയാമെന്നൊക്കെ. കൊച്ചി മാപ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ആകെ 3-4 മാപ്പങ്ങാറ്റാണ് ഗൈസ് ഉള്ളൂ ഇതിൽ. ഗൈസ് എന്നാൽ നേരെ നമുക്ക് പോയേക്കാം. ഇവിടെയൊക്കെ ഇൻ്റർലോക്കലിട്ട് നൈസാക്കി. ഇനി അതേപോലെ തന്നെ ഉണ്ട്. ഏകദേശം ഒരു കൊച്ചി പോയ വൈബ് ഉണ്ട്. ചെറിയൊരു വൈബ് കിട്ടുന്നുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ഒരു പാലമുണ്ട്. കൊച്ചിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് കൊച്ചി. ഗൈസ് എച്ച് ഓഫാക്കിയോണ്ട് നമുക്ക് ബ്രേക്ക് ഏതാണെന്ന് തിരിയുന്നില്ല ഗൈസ്. ഇടിച്ച് കാറൊക്കെ ഇന്ത്യയിലുള്ള കാർ തന്നെയാന്ന് തോന്നുന്നു. ചില കാറെല്ലാം ഇന്ത്യയിലുള്ളൂ, ബാക്കിയെല്ലാം വേറെ ഉള്ളതാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബസ്സിന് നല്ല സ്പീഡുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ തന്നെയുണ്ട്. പിന്നെ കടയൊക്കെ ഇന്ത്യ പോലെ തന്നെയാണുള്ളത്, കേരള. അതേ വൈബ് തന്നെയാണ് ഇവർ പിടിച്ചിരിക്കുന്നത് ഗൈസ്. ബിൽഡിംഗ് ആയാലും ബസ് ഓൾഡ് മോഡലാക്കി കഴിഞ്ഞു ഗൈസ്. പ്രൈവറ്റ് ബസ്സാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലേനു. പിന്നെ ഇത് കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ്. കുറച്ച് ലാഗും ആകുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി. അതിനാണ് ഇവിടെ നിന്ന് വളക്കുന്നത്. അവരെ കയറ്റിയിട്ട് എന്തായാലും കാണാം. ഇത് വെറുതെ വളപ്പിച്ച് ലാഗ് അടുപ്പിക്കുന്നില്ല ഗൈസ്. ഇവിടെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും ഇവർ കയറാത്ത. ഡോറ് തുറക്കണേ ഗൈസ്. ഡോറ് തുറന്നാലാണ് ഇവർ കയറുകയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഗൈസ് ഏതാണ് നമുക്ക് ഡോറ് കൂട്ടിയിട്ട് മെല്ലനെ പോയേക്കാം. ഇവർ കയറുന്നുണ്ട്. കയറി കഴിഞ്ഞ് തോന്നുന്നു. കയറി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഏതായാലും നമുക്ക് പോയേക്കാം. ഇത് ഇനി പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞങ്ങൾക്ക് വേണ്ടിയിൽ നമ്മൾ ഇറക്കുന്നതാണ്. ലൈവൊക്കെ ഇടാറുണ്ട്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതിലാണ് എല്ലാ കാറും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. എന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഗൈസ്. നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഒറ്റയടിക്കാണ് 100 എത്തുന്നത്. 100 എത്തുന്നത് നല്ല സ്പീഡിൽ തന്നെയാണ് ഗൈസ്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇത് അടുത്തടുത്താണ് സ്റ്റോപ്പ് ഗൈസ്. മറന്നു വന്നു നിർത്താൻ. മാപ്പ് നോക്കാണ്ടാണ് ഗൈസ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ സ്റ്റോപ്പും കൂടി കയറ്റിയിട്ട് നമുക്ക് ഏതായാലും പോയേക്കാം. പിന്നെ വേറൊരു ബസ് സിമുലേറ്റർ ഉണ്ട് ഗൈസ്, കേരള ബസ് സിമുലേറ്റർ. അത് കളിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അത് വൈബാണ്. നല്ല രസമുള്ള ഗെയിം തന്നെയാണ്. ഞാൻ ഒരിക്കൽ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഇടണമെങ്കിൽ നിങ്ങൾ ഏതായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇങ്ങനെയാണ് കയറുന്നതൊക്കെ ഒറിജിനൽ സ്റ്റൈൽ തന്നെയാണ്. സ്റ്റെപ്പൊക്കെ കയറുന്നുണ്ട്. മറ്റേ ബസ് സിമുലേറ്ററിൽ കയറുന്നത് അത്ര ഇതല്ല. എങ്ങനെയെല്ലാം ആണ് കയറുക ഗൈസ്. തിരിഞ്ഞ് നിന്നിട്ടെല്ലാമാണ് കയറുക ഗൈസ്. അതാണ് അതിൻ്റെ കുഴപ്പം. പിന്നെ ഇത് ലാഗ് അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലാഗൊന്നും അടിക്കുന്നില്ല. ലോഡിംഗ് മാപ്പൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. ലോഡിംഗ് മാപ്പ് ഉണ്ടേനു, അത് ഞാൻ സ്കിപ്പ് അടിച്ചാണ് ഗൈസ്. ഇതാണ് ബംഗളൂരു എല്ലാം കാണാൻ ഇന്ത്യൻ ഗൈസ്. ഇന്ത്യ എന്ന് വെച്ചാൽ കേരള, തനി കേരളയാണ് ഗൈസ്. സൈഡിൽ തെങ്ങും വായും മിറ്റവും പുരയും കുറേ സംഭവങ്ങളൊക്കെ നിറഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമാണ് ഗൈസ്. ഇതിലും സർവീസൊക്കെ ഉണ്ട് ഗൈസ്. ചെറിയ സർവീസ് ഗൈസ്. തല തന്നെയില്ല, അതിലൂടെയെല്ലാം പോകാൻ കഴിയുക ഗൈസ്. ഇതാണ് നമ്മുടെ റോഡൊക്കെ വരുന്നത്. റോഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. സൈഡിലൊക്കെ ആൾക്കാരുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല ഗൈസ്. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അത് രസമെല്ലാം കളിക്കാൻ. ഗെയിം കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതേ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് ഗൈസ്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.